ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനാണ് വഴി ഉപയോഗിക്കുന്നത്. ശരിയായ വഴിയിലാണ് പോകുന്നതെങ്കിൽ ശരിയായ സ്ഥലത്തെത്തും. എന്നാൽ വഴി തെറ്റിയാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും. വഴി എന്നതിനെ മാർഗം എന്നും പറയുന്നു. പലരും പല കാര്യങ്ങളും സാധിക്കുന്നതിന് വളഞ്ഞ മാർഗം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. അതൊരു നല്ല പ്രവണതയല്ല. ഇനി യാത്രയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ റോഡ് മാർഗം പോകാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട്, റെയിൽവേ മാർഗം പോകാം, അതുപോലെ തന്നെ കടൽ മാർഗം പോകാം, ആകാശമാർഗത്തിലൂടെയും പോകാം. ഇങ്ങനെ വിവിധ മാർഗങ്ങൾ യാത്രയ്ക്കായിട്ട് ഈ ലോകത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നാം അതെല്ലാം പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണല്ലോ. ഇതെല്ലാം ഒരു സ്ഥലത്ത് എത്തിച്ചേരാനുള്ള വിവിധ മാർഗങ്ങളാണ് എന്ന് മാത്രം. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ബൈബിളിലൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നത് മരണം വഴിയാണ്. ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നത് മരണത്തോടു കൂടിയാണല്ലോ. എന്നാൽ അവർ പ്രവേശിക്കുന്നത് നിത്യതയിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മരിക്കുമ്പോൾ ശരീരം മാത്രമാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നത്. മറ്റു രണ്ട് ഘടകങ്ങളായ ആത്മാവും ജീവനും, അതാണ് വ്യക്തി. മരണശേഷം ഓരോ വ്യക്തിയും നിത്യമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. സഭാപ്രസംഗികൾ 12:7. നാം ഓരോരുത്തരും സമയമാകുന്ന രഥത്തിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് എന്ന് ഭക്തകവിയായ വോൾബ്രിറ്റ് നാഗൽ എന്ന ജർമ്മൻ മിഷണറി എഴുതിയ ഗാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഗാനം വളരെ പ്രസിദ്ധമാണല്ലോ. എല്ലാവരും ആഗ്രഹിക്കുന്നത് മരണശേഷം സ്വർഗത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് എത്തണം എന്നാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, തെറ്റായ മാർഗത്തിലൂടെ ജീവിതം നയിക്കുമ്പോൾ നിത്യമായ നാശത്തിലേക്കാണ് എത്തിച്ചേരുക. മനുഷ്യൻ്റെ മുമ്പിൽ പ്രധാനമായും 2 വഴികളുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഒന്ന് ജീവങ്കിലേക്കുള്ള വഴി, 2 നാശത്തിലേക്കുള്ള വഴി. ഇവയിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഈ ആയുസ്സിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ശരിയായ വഴി തിരഞ്ഞെടുക്കുകയാണ് ബുദ്ധി. സൃഷ്ടാവായ ദൈവം മനുഷ്യാവതാരം ചെയ്ത ഈ ഭൂമിയിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാനാണ് യഥാർത്ഥ വഴി, എന്നിലൂടെ അല്ലാതെ ദൈവത്തിങ്കലേക്ക് എത്തുവാൻ കഴിയുകയില്ല. യേശു പിന്നെയും പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കുന്നവർ ഓർക്കുക, ഈ പോക്ക് നാശത്തിലേക്കാണ്. അപകട മുന്നറിയിപ്പ് കാണുമ്പോൾ ആരും പിന്നെ അതുവഴി പോകാറില്ലല്ലോ. അതുപോലെ മുന്നറിയിപ്പ് അവഗണിക്കാതെ അപകടത്തെ ഒഴിവാക്കി ശരിയായ ദിശയിലൂടെ ജീവിതം നയിക്കുക. നിരാശപ്പെടേണ്ടി വരികയില്ല. ബൈബിൾ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. എബ്രായർ 12:2. അതെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുക. ശോഭനമായ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ, സൂര്യനിൻ താപമോ ഘോരമാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനെ. ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ